ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് ഉണ്ടല്ലോ, നിലവിൽ മിസ്സിംഗ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഷോക്ക് അബ്സർവർ ചെക്ക് ചെയ്യാം. ഈ രണ്ട് വർക്കാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. മിസ്സിംഗ് കംപ്ലയിൻറ്റ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് ആ CDA എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ തന്നെയാണ് മെയിൻ കംപ്ലയിൻറ്റ്. ഇത് ഞാൻ വേറെ കമ്പനി ഐറ്റം മാറ്റി വെച്ച് ഓടിച്ചപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഈ സ്റ്റാർട്ടർ ഇതിനകത്ത് നിന്ന് തന്നെ പ്ലഗിലേക്ക് പോണ കോയിലാണത്. HT കോയിൽ എന്ന് പറയും, ഹൈ ടെൻഷൻ കോയിൽ. അതും കൂടി മാറ്റി വെച്ചാലാണ് 100% ക്ലിയർ ആവണുള്ളൂ കേട്ടോ. ഞാൻ അതും കൂടി മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നിന്ന് ഇടയ്ക്ക് പവർ ലോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് അത് ഇരുന്നിറങ്ങുന്ന CDA യൂണിറ്റ്. ഇത് വലിയ പഴക്കമുള്ള യൂണിറ്റ് അല്ല, അത് ഇടയ്ക്ക് എപ്പോഴും മാറ്റിയിട്ടേക്കണതാണ്. CD യൂണിറ്റിൻ്റെ റേറ്റ് വരുന്നതുണ്ടല്ലോ, നമുക്ക് 1557 രൂപ നമുക്ക് നിലവിൽ വരുന്നുണ്ട്. കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ പാർട്സ് കിട്ടാം. പിന്നെ അതേപോലെ തന്നെ ഹൈ ടെൻഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കോയിൽ അസംബ്ലി, ഇതിപ്പോൾ പുതിയത് വെച്ചാണ്. അതിന് വരുമ്പോഴത്തേക്കും 251 രൂപ നമുക്ക് അതിനും വരുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് പാർട്സിൻ്റെ കേസ് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മറ്റേത് മെക്കാനിക്കൽ ഇപ്പോൾ കേബിള് ബെയറിങ് പോലെയൊന്നുമല്ല. ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാവുന്ന സാധനമാണ്. നമ്മളിപ്പോൾ കമ്പനി ആയിട്ട് മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതുമ്പോൾ വെച്ചേക്കുന്നതും KWP എന്ന് പറഞ്ഞ പാർട്ട് നമ്പറിൽ ഹോണ്ടയുടെ കമ്പനി ജെനുവിൻ പാർട്സാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതുമായി ഇരിക്കണ CDA എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് വലിയ പഴക്കം തോന്നണില്ല. ഇത് എന്ത് കാരണം കൊണ്ടാണ് പോയേക്കണത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. ചില വയറിംഗ് കിറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് CD യൂണിറ്റ് പോണ കംപ്ലയിൻ്റ് ഉണ്ട്. ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു നോക്കി, അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാണിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വയറിംഗ് കിറ്റ് ഷോർട്ട് ഉണ്ടെങ്കിൽ CD യൂണിറ്റ് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി ഷോർട്ടാണെങ്കിലും ചില ബാറ്ററി ഷോർട്ട് ആവുന്ന സമയത്ത് CD യൂണിറ്റ് കംപ്ലയിൻറ്റിലേക്ക് പോവാം. അങ്ങനെയും ഒരു റിസ്ക് നിലവിലുണ്ട് കേട്ടോ. അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് വന്നാൽ പോലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അത് അറിഞ്ഞിരിക്കുക. നിലവിലിപ്പോൾ കംപ്ലയിൻറ്റ് റെഡിയാണ് കേട്ടോ. മിസ്സിങ്ങിൻ്റെ കേസൊക്കെ ഓക്കെയാണ്. പിന്നെ പറഞ്ഞത് ഫ്രണ്ട് ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞതാണ്. ഫ്രണ്ട് ഷോക്ക് നിലവിൽ നല്ല രീതിയിൽ കംപ്ലയിൻറ്റാണ്. കാരണം ഇതുമ്പോൾ ഇരിക്കുന്ന ഈ ഷോക്ക് രണ്ടും ഇപ്പോൾ ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും നല്ല രീതിയിൽ ഷെയ്ക്കാണ് മുകളിലേക്ക്. നമ്മൾ വെറുതെ എടുത്ത ആക്ഷൻ ആക്കിയാൽ പോലും തെറിക്കാണ്. അപ്പോൾ ഷോക്ക് മാത്രമല്ല, ഈ കോൺസെപ്റ്റും കംപ്ലയിൻ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി കാണിക്കുന്നത് കോൺസെപ്റ്റിൻ്റെയാണ്. അപ്പോൾ ഷോക്ക് കംപ്ലയിൻറ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും കോൺസെപ്റ്റും കംപ്ലയിൻറ്റ് വരും. ഈ രണ്ട് കേസാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പം ഷോക്ക് അബ്സർവർ മാറ്റാൻ ഉദ്ദേശിക്കേണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള കോൺസെപ്റ്റ് മാറ്റിയാലാണ് കാര്യമുള്ളൂ. അപ്പോൾ നിലവിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം കോൺസെപ്റ്റും ഷോക്ക് അബ്സർവർ, ഇപ്പോൾ കോൺസെപ്റ്റ് മാറ്റിയിട്ട് കൂട്ടത്തിലുള്ള ഷോക്ക് അബ്സർവർ മാറ്റണം. ഷോക്ക് അബ്സർവർ മാറ്റിയിട്ട് കോൺസെപ്റ്റ് മാറ്റാതിരുന്നിട്ടും കാര്യമില്ല. കാരണം വീണ്ടും ആ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. രണ്ടും കൂടി മാറ്റിയാലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം, ആ ഒരു കംപ്ലയിൻറ്റ്സ് മാറുള്ളൂ. അത് മാത്രമല്ല, വണ്ടിക്ക് അത്യാവശ്യം മെയിൻ്റനൻസുകളുണ്ട്. നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്ന വർക്ക് ഇതാണ്. അപ്പോൾ ഞാൻ മിസ്സിങ്ങിൻ്റെ കേസ് ഈ രണ്ട് ഐറ്റംസും മാറ്റി കഴിഞ്ഞപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. ഓടിച്ച് നോക്കി അത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയത്തെ കോൺസെപ്റ്റിന് ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ കേസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ച് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ എത്രയും ഈ രണ്ട് ഐറ്റം ചെയ്യുമ്പോൾ തന്നെ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. CD യൂണിറ്റ് തന്നെ 1500 സംതിങ് വേണ്ടി 251 രൂപയുടെ അടുത്ത് കോയിൽ അസംബ്ലി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അയക്കണ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതിന് ശേഷം കോൺസെപ്റ്റ്, ഫോർക്ക്, ഫ്രണ്ടിലത്തെ ഷോക്ക് അതടക്കം വരുമ്പോൾ എത്ര വരുമെന്നുള്ളത് പറയുകയാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ.